അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണം പുതിയ വീഡിയോസിന് എല്ലാം വേണ്ടിയിട്ട്, അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സ്റ്റീരിയർ വ്യൂ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ വെന്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡിയം ഇതിൽ ക്രോം മാറ്റ് ചെയ്തേക്കുന്നത് നല്ല ടിൻറ്റ് ബ്ലാക്ക് ആയിട്ടാണ്, അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഹ്യുണ്ടായിയുടെ ലോഗോയും വരുന്നുണ്ട്, അടിപൊളിയായിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. നല്ല ക്രെറ്റേൻ്റെ ഒക്കെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലൊക്കെ ചെയ്തിട്ട് ഒരു റിലേഷൻ വരുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് നോക്കുമ്പോൾ. പിന്നെ അടിയിലേക്ക് വരികയെന്ന് വെച്ചാൽ തന്നെ ഇവിടെ ഒരു മാറ്റ് കളറിൽ, ആഷ് കളറിലൊരു ഡ്യുവൽ ടോൺ ആയിട്ട് തന്നെയാണ് ഇത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ, നല്ല ഫ്രണ്ട് വ്യൂ അടിപൊളിയാണ്. പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പാർക്കിംഗ് ലൈറ്റും വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്, ഹാലജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് മാറുമ്പോൾ LED ആണ് വരുന്നത്. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത് ശരിക്കും ഹാലജൻ തന്നെയാണ്. കാരണം മഴക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് LED ലൈറ്റ്സ്. വൈറ്റ് ആകുമ്പോൾ അത് ഫോക്കസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജനാണ് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു വീൽ കപ്പ് കാണാം. ഇത് അഡീഷണൽ നമ്മൾ ചെയ്യിപ്പിക്കണതാണ്, ബേസ് വേരിയന്റിൽ വരുന്നുള്ളത്. ഇത് ഓപ്ഷണലോട്ടാണ് നമുക്കിത് വരണത്. മാറ്റ് ബ്ലാക്കോട് കൂടിയിട്ട് ഫിനിഷ് ആയിട്ടുള്ള ഒരു വീൽ കപ്പാണ് ഇത് വരുന്നത്. നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ടയർ റൂമും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. സെൻസേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹ്യുണ്ടായിക്കാർ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാഡിങ് വരുന്നുണ്ട്, ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ. സാധാരണ ഈ ഒരു ഇത് വെച്ചിട്ട് വ്യത്യാസമായിട്ട് വരുന്നത് ഇവിടെ ഈ ഒരു പാർട്ട് മുതൽ നമുക്ക് ബാക്കിലേക്ക് വരെ നമുക്ക് ഈ ഗ്ലാഡിങ് വരുന്നുണ്ട്. പെട്ടെന്ന് ചെളിയും കാര്യങ്ങളായാലും നമുക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, പോളിഷ് ചെയ്താലും കിട്ടും. പിന്നെ വരുന്നത് ഈ ഒരു ഡോർ ഹാൻഡില്, ഇത് നമുക്ക് ബോഡിയുടെ ആ ഒരു കളറോട് കൂടിയിട്ടാണ് വരുന്നത്, ആ ഒരു ബ്ലാക്ക്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഈ സാധനം ക്രോം ഫിനിഷോട് കൂടിയിട്ടാണ് നമുക്ക് വരിക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറർ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മിറർ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ ഈ മിറർ നമുക്ക് ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ മിറർ നമുക്ക് സപ്പോർട്ട് ചെയ്യണത്. ഹോൾഡിംഗ് ഒന്നുമില്ല, ഹോൾഡിംഗ് ഒക്കെ നമ്മൾ മാനുവൽ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ബേസ് മോഡലിൽ വരുമ്പോൾ നമുക്ക് ഈ റൂഫ് റെയിൽ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഏകദേശം എസ് വേരിയന്റ് മുതലാണ് ഈ ഒരു റൂഫ് റെയിൽ നമുക്ക് വരണത്. എസ് വേരിയന്റ് മുതലാണ് ഈ റൂഫ് റെയിൽ സ്റ്റാർട്ട് ചെയ്യണത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇതിന്റെ മാറ്റ് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഈ റൂഫ് റെയിൽ വരുന്നത്. ഇനി റിയർ വ്യൂയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെയാണ് ഹ്യുണ്ടായിക്കാർ ഈ വെന്യൂവിന്റെ ഒരു റിയർ വ്യൂ എന്ന് പറയുന്നത് കൊടുത്തേക്കണത്. നല്ല നമ്മൾ ഈ സാധാരണ ഇത് ഓഡിയിലൊക്കെ മാത്രമേ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ മുതൽ നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് LED കണ്ടിട്ടുള്ളൂ. ഫുള്ളായിട്ട് വെന്യൂവിന്റെ ഈ ബ്ലാക്ക് മുതൽ ഈ അറ്റം വരെ നല്ലൊരു സ്ട്രിപ്പ് LED കൊടുത്തിട്ടുണ്ട്. ഇത് ഫങ്ഷണൽ ഒന്നുമല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഫങ്ഷണലാണ്, ഈ എസിൽ ഫങ്ഷണൽ ഒന്നല്ല. പിന്നെ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നല്ല ഇവിടെ നമുക്ക് ഫ്രണ്ടിലത്തെ പോലെ തന്നെ നല്ലൊരു മാറ്റ് ബ്ലാക്കോട് കൂടിയിട്ട് നല്ലൊരു ആഷ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയാണ് ഇതൊക്കെ. പിന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതോടെ ഒരു ക്യാമറ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാക്കിൽ. നമുക്ക് ഇത് എസ് വേരിയന്റ് ആയ കാരണം തന്നെ ഇത് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. പിന്നെ എസ് വേരിയന്റിൽ വരുമ്പോൾ നമുക്ക് ആന്റിന, FM ആന്റിന, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ റിയർ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ലൊരു സബ് കോമ്പാക്ട് മിനി XUV-യിലേക്ക് വരുമ്പോൾ നമുക്ക് വണ്ടിയുടെ വ്യൂവും കാര്യങ്ങളും എല്ലാം തന്നെ അടിപൊളിയാണ്. നല്ലൊരു ഫാമിലി ബഡ്ജറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വെന്യൂ ചൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നെക്സൺ, കിയ, സോണറ്റ്, വിറ്റാറ, ബ്രസ എല്ലാം തന്നെ ഞാൻ നോക്കിയിരുന്നത്. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ടും ഒരു ലുക്കിങ്ങിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഏകദേശം എന്തായാലും ലുക്കിങ്ങും കാര്യങ്ങളെല്ലാം കൊണ്ടും കംഫർട്ടായിട്ട് നോക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഹ്യുണ്ടായി വെന്യൂ തന്നെയാണ്. നല്ലൊരു എക്സ്ട്രീം ലെവലിൽ തന്നെ നമുക്കവര് ചെയ്ത് എല്ലാം കൊണ്ടും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ തന്നെ അവര് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഹ്യുണ്ടായി വെന്യൂവിന്റെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10 to 11 റേറ്റിലാണ് നമുക്കിത് ഈ ഒരു മോഡൽ നമുക്ക് വേരിയന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ് എന്തുകൊണ്ടും ഈ 2024 മോഡൽ ഈ ഒരു വെന്യൂ.
നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ്. എന്തുകൊണ്ടും നമുക്കിതൊരു കുഞ്ഞു ഫാമിലിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ഗ്രൗണ്ടിങ്ങും കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും എനിക്ക് എന്റെ യൂസർ റിവ്യൂവിൽ എനിക്ക് തോന്നിയിട്ടില്ല. 195 ആണ് ഇവിടെ തൊട്ടിട്ടുള്ള നമുക്ക് ഈ കാൽക്കുലേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് എന്നൊന്നും പറയാനില്ലെങ്കിലും നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടി തട്ടലോ കാര്യങ്ങളോ മറ്റോ ഒന്നും തന്നെ നമുക്ക് ഈ വണ്ടിക്ക് ഇല്ല. അതൊന്ന് അപ്പൊ ഇതാണ് നമ്മുടെ 2024 മോഡൽ വെന്യൂന്റെ കീ നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ കീ. പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് അകത്തേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഇന്റീരിയർ സൈഡ് വരുന്നത്. നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് BGM കളറിലാണ് നമുക്കിത് വരുന്നത്. ഇപ്പൊ ഈ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രോണിക്കലി മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും ലോക്കിങ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, ഗ്ലാസ് ലോക്കിങ് അടക്കം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്റീരിയറിലേക്ക് ഇപ്പൊ വന്നേക്കാണ്. ഇന്റീരിയർ സൈഡിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിന് കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വണ്ടിയുടേതായിട്ടുള്ള കാര്യങ്ങള് കൺട്രോൾസ് ചെയ്യാനായിട്ടുള്ള നല്ല കൺട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ചും വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഓട്ടോ ട്രാക്ഷൻ കൺട്രോൾ വരുന്നത്. ട്രാക്ഷൻ കൺട്രോള് ഈ ട്രാക്ഷൻ കൺട്രോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാക്ഷൻ കൺട്രോൾ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വണ്ടി നമുക്ക് കണ്ടിന്യൂസ്ലി സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മളൊരു ട്രാഫിക് സിഗ്നലിലോ മറ്റെവിടെയെങ്കിലും വന്ന് വണ്ടി പൂർണ്ണതയിൽ വന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വണ്ടി ഓഫ് ആവുന്നതായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ലച്ച് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. അതൊരു ഫ്യൂവൽ പവർ സേവ് മോഡ് എന്നാണ് അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ ഹെഡ്ലൈറ്റിന്റെ കാര്യം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൺട്രോൾസും എല്ലാം വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി AC വെന്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നല്ല ക്രോം ഫിനിഷോട് കൂടിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ക്ലസ്റ്റർ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി മീറ്റർ ഫെസിലിറ്റിയാണ് നമുക്ക് വന്നേക്കുന്നത്. നല്ല സൂപ്പർ ആയിട്ടുണ്ട് അത് ഹ്യുണ്ടായിക്കാർ ചെയ്തേക്കുന്നത്. നല്ല പിന്നെ നമുക്കിപ്പോ ഈ ഡാഷ്ബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ഇവിടെയും ഒരു ക്രോം മാറ്റ് നമുക്ക് കാണാം. പിന്നെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഞാനിപ്പോ വണ്ടി ഓൾറെഡി. നല്ലൊരു AC പോയിന്റ്. ഇത് ഓട്ടോമാറ്റിക്കലി ഒന്നല്ല. ലൈറ്റ്സും ബെൽറ്റിന്റെ വാണിങ്ങും ഹസാർഡ്സും എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഈ മീറ്ററിൽ കാണാം. എല്ലാ അപ്ഡേറ്റ്സ് അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഡോർ ഓപ്പൺ ആണോ എല്ലാം തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പൊസിഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഇതും വന്നിട്ടുണ്ട്, ഔട്ടർ ഡോർ. പിന്നെ സിസ്റ്റത്തിന്റെ കാര്യം പറയുന്നത് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം അതൊക്കെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്വിച്ചുകൾ കാണാം. ഹ്യുണ്ടായിക്കാർ എന്ത് ചെയ്താലും ഇവിടെ 8 ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ടെങ്കിലും ടച്ച് സ്ക്രീനിൽ അവർ ഈ സ്വിച്ചിന്റെ കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് നമുക്കൊരു വിശാലമായിട്ടാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. നല്ല ബോണറ്റൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ പോലെയൊക്കെ തന്നെ BGM കളറിലാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നത്. പക്ഷെ ഞാൻ പൊതുവെ പറഞ്ഞൊരു കംപ്ലൈന്റ് കേട്ടേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റ് ആവും, മര്യാദയ്ക്ക് ചാർജ് റേഡിയേഷൻ വരുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കണത്. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു കുഞ്ഞൊരു സ്റ്റോറേജ് ബോക്സും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ 8 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സ്ക്രീൻ വരുന്നത്. ഇവിടെ ചാനൽ കൺട്രോളും ഇവിടെയാണ് നമുക്ക് സൗണ്ട് ബാറിന്റെ കൺട്രോളും കൊടുത്തേക്കണത്. സ്റ്റിയറിംഗും ഉണ്ട് നമുക്ക് ഈ കൺട്രോൾസിന്റെ ഉപയോഗങ്ങൾ. സ്റ്റിയറിംഗുമേ ഉണ്ട് നമുക്ക് ഈ കൺട്രോൾസിന്റെ സ്വിച്ചുകൾ. 6 എയർ ബാഗാണ് നമ്മുടെ ഈ വണ്ടിക്കുള്ളത്. 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടറുകളുമാണ് നമുക്ക് ഈ വണ്ടിക്ക് ഇവരിത് കൊടുത്തേക്കണത്. നല്ല ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ ഒരു അടിപൊളി വണ്ടി എന്ന് തന്നെ പറയാം ഈ ഹ്യുണ്ടായി വെന്യൂ 2024. ഇവിടെ നമുക്ക് ഹസാർഡ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ ഹോൾഡർ, ഇവിടെ
നമുക്ക് സൺഷീൽഡ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ മിററും കാര്യങ്ങളെല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് നമുക്ക് അവർ മിസ് ചെയ്തിട്ടുണ്ട് ഹ്യുണ്ടായി വെന്യൂല്. പകരം നമുക്ക് പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട് വെന്യൂന്റെ ലൈറ്റ് ആയിട്ട്. പിന്നെ ഇവിടെ 4 ഹാൻഡ് കപ്പിൾസ് വന്നിട്ടുണ്ട് 3 എണ്ണമായിട്ട്. അടിപൊളിയാണ് സത്യം. ഒരു ഈ ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് 2 ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് ഹോൾഡേഴ്സ്. ഓക്കെ, ബാക്കിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഒരു ആംറസ്റ്റ് കാണാം. ഇത് ബേസ് മോഡലിൽ നമുക്ക് അവൈലബിൾ അല്ല, എസ് വേരിയന്റ് മുതലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഈ വണ്ടി എസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 2 എയർവെൻസ് ഇതിനകത്തുണ്ട്. ഇവിടെ നമുക്ക് വിൻഡ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇവിടെ 2 സീ പോർട്ടും കൊടുത്തിട്ടുണ്ട്. ലെഗ് റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ലെഗ് റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വെന്യൂല് വന്നേക്കുന്നത്. 3 ആംറസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ പോലുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഹെഡ് റൂം, നല്ല അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റും നമുക്ക് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് 5 ആൾക്ക് നല്ല സുഖസുന്ദരമായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. നല്ല ലെഗ് റൂമും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ കൺവേർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷനും പിന്നെ ടൈം ആൻഡ് സിസ്റ്റം. ബൂട്ട് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനാണ് പോണത്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ SX-ലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ പാഴ്സൽ ട്രേയും എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാഴ്സൽ ട്രേ ഒന്നും അവൈലബിൾ അല്ല. ജാക്കി സ്പെയറിന്റെ ടൂൾസ് എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റെപ്പിന് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിക്കി സ്പേസും എല്ലാം തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പും ഒരു സ്പെയർ എല്ലാം തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് ഓൾറെഡി നമ്മൾ മടക്കിയേക്കാണ്. ഏകദേശം ഇത്രയും സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ബാക്കിൽ നമുക്ക് സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകാനോ മറ്റെല്ലാ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഇവിടെ പറ്റും. നല്ലൊരു സ്ഥലം തന്നെ നമുക്ക് വെന്യൂലുണ്ട്. എൻജിൻ റൂമിന്റെ സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലം നല്ല സ്ഥലമുണ്ട്. എൻജിൻ റൂം അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഓടിക്കാതിരിക്കുന്ന ആൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്കുള്ള കാരണം ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെന്ന് വെച്ചാൽ 4 സിലിണ്ടർ എഞ്ചിനില് പെട്രോൾ എഞ്ചിനിലാണ് നമുക്ക് ഈ വണ്ടി വരുന്നത്. അത്യാവശ്യം വേണ്ട പവറും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉണ്ട് ഇവിടെ ഈ വണ്ടിക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 1200 cc-യിലാണ് ഈ വണ്ടി നമുക്ക് വരണത്. ഇപ്പൊ റൂമിന്റെ കാര്യവും വലിപ്പവും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫെറ്റിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അടിപൊളിയാണ്. നമുക്കിപ്പോ ഒരു ടേണിങ് ആണെന്നുണ്ടെങ്കിലും നല്ല വീശിയെടുത്താലും വണ്ടിക്ക് സ്റ്റെബിലിറ്റിനെ ബാധിക്കണമെന്നില്ല. അടിപൊളിയാണ്. ബ്രേക്കിംഗ് ആണെങ്കിലും അടിപൊളി. പിന്നെ മൈലേജിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പെട്രോൾ വണ്ടിയായിട്ട് കൂടെ ഏകദേശം ഒരു 12-13 റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഹൈവേ ഡ്രൈവിലും കിട്ടുന്നുള്ളൂ. ലോക്കലിൽ എനിക്ക് കിട്ടിയത് ഏകദേശം ഒരു 9 to 10 റേഞ്ചിലൊക്കെയാണ്. ഇനിയിപ്പോ നാളെ എനിക്ക് ഫസ്റ്റ് സർവീസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏകദേശം ഇത്തിരി കൂടെ മൈലേജ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. പിന്നെ നമുക്ക് ഈ പ്രൈസ് ഒക്കെ ഏകദേശം പറഞ്ഞത് ഒരു 10 to 11 ഉള്ളില് ഇപ്പൊ ഒരു സബ് കോമ്പാക്ട് മിനി XUV എന്ന് പറയുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ വെന്യൂ അടിപൊളിയാണ്. നല്ലൊരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞൻ വണ്ടി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടീനെ ഇപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പവർ ലാഗോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അടിപൊളിയായിട്ട് കയറി പോയിക്കോളും. AC-യിലാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല